ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ടീച്ചറിന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണോ എല്ലാവർക്കും? ആണ്. പുതിയ പാഠം പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണെന്ന് ടീച്ചറിന് അറിയാം. നമുക്ക് പുതിയ പാഠം പഠിച്ചു തുടങ്ങാം. അതിനു മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കണം, വേണ്ടേ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് പതിവ് പോലെ കൈകൂപ്പി കണ്ണടച്ച് പിടിച്ച് നിൽക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പുതിയൊരു പാഠഭാഗം പഠിക്കാനായി ഞങ്ങളെ വീണ്ടും അനുവദിക്കുന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അങ്ങ് കനിഞ്ഞ് അനുഗ്രഹിച്ചു തരുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ഈശോയെ, ഞങ്ങൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗത്തെ പൂർണ്ണമായി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ ഗ്രഹിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഇരുന്നോളൂ കേട്ടോ. നമ്മൾ ഒന്നാമത്തെ പാഠം പഠിച്ചു തുടങ്ങിയപ്പോൾ എന്തായിരുന്നു പഠിച്ചേ? 10 പ്രമാണങ്ങളെക്കുറിച്ച് അല്ലേ? 10 പ്രമാണങ്ങളെക്കുറിച്ച് പഠിച്ചു. അതിനുശേഷം പിന്നീട് ഓരോ പാഠഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഓരോ പ്രമാണങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ പ്രമാണങ്ങളെക്കുറിച്ച് പഠിച്ചു, അതിനെതിരായ പാപങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ പഠിച്ചു വരികയാണ്. ഇപ്പോൾ 11ാമത്തെ പാഠമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ? അപ്പോൾ 11ാമത്തെ പാഠം പഠിച്ചു തീരുമ്പോഴേക്കും നമ്മൾ 10 പ്രമാണങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ട് പഠിച്ച് കഴിയുവാണ് അല്ലേ? ഈ പാഠത്തിൽ നമ്മൾ എത്രാം പ്രമാണത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്? 10ാം പ്രമാണത്തെക്കുറിച്ച്. എന്താ 10ാമത്തെ പ്രമാണം? എന്താണ് നമ്മൾ പഠിച്ചതാ അല്ലേ? അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്. അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് അവകാശമില്ലാത്ത ഒന്നിനെയും നമ്മൾ മോഹിക്കരുത് അല്ലേ? അതായത് മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതും നമുക്ക് അവകാശമില്ലാത്തതുമായ ഒന്നിനെയും നമ്മൾ മോഹിക്കരുത്. അങ്ങനെയുള്ളത് സ്വന്തമാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യരുത് അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചില നിയമങ്ങളൊക്കെ ഉള്ളപ്പോഴും നമുക്കറിയാം, ഓരോ ദിവസവും വാർത്തകളിലൊക്കെ ഇങ്ങനെ കാണാം അല്ലേ? പലതരത്തിലുള്ളത്, ചെറുതും വലുതുമായ പലതരത്തിലുള്ള മോഷണങ്ങളും പിടിച്ചുപറികളും വഞ്ചനകളും ഇങ്ങനെയൊക്കെയുള്ള പല വാർത്തകളും നമ്മൾ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് 10ാം പ്രമാണം, അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്. നമുക്ക് അവകാശമില്ലാത്ത ഒന്നിനെയും നമ്മൾ മോഹിക്കരുത്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ മോഷണം, ചെറുതും വലുതുമായ മോഷണങ്ങളും മറ്റു കള്ളത്തരങ്ങളും ഒക്കെ കൂടി വരുന്നു നമ്മുടെ നാട്ടിൽ. അപ്പോൾ എന്തായിരിക്കും ഇതിനെല്ലാം കാരണം? എന്തായിരിക്കും? ദ്രവ്യാസക്തി അല്ലേ? ദ്രവ്യാസക്തി എന്ന് പറഞ്ഞാൽ എന്താ? സമ്പത്ത് സമാഹരിക്കുന്നതിനുള്ള അമിതമായ ആഗ്രഹം, അതല്ലേ ദ്രവ്യാസക്തി എന്ന് പറഞ്ഞാൽ? അതെ, സമ്പത്ത് സമാഹരിക്കുന്നതിനുള്ള അമിതമായ ആഗ്രഹം, സമ്പത്തിനോടുള്ള അമിതമായ ഒരു ആഗ്രഹം, എനിക്കെല്ലാം സ്വന്തമാക്കണം എന്നുള്ള അമിതമായ ചിന്ത, അതാണ് ദ്രവ്യാസക്തി. സമ്പത്ത് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം തെറ്റല്ല. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ജീവിക്കണമെങ്കിൽ എന്ത് വേണം? സമ്പത്ത് വേണം. നമുക്ക് പഠിക്കണം, നമ്മുടെ ജീവിത രീതികളിൽ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകണം അല്ലേ? അതിന് നമുക്ക് എന്താവശ്യമാണ്? സമ്പത്ത് ആവശ്യമാണ്. അപ്പൊ സമ്പത്ത് സമ്പാദിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, സമ്പത്ത് സമ്പാദിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. പക്ഷെ എപ്പോഴാണ് അത് തെറ്റായിട്ട് മാറുന്നത്? എപ്പോഴായിരിക്കും അത് തെറ്റായിട്ട് മാറുന്നേ? നമുക്ക് അവകാശമില്ലാത്തതും മറ്റൊരാൾക്ക് അവകാശമുള്ളതുമായ സ്വത്തിനെ അനാവശ്യമായി അല്ലെങ്കിൽ ന്യായമല്ലാത്ത രീതിയിൽ നമ്മൾ മോഹിക്കുമ്പോൾ അതെന്തായി മാറുന്നു? തെറ്റായി മാറുന്നു. അപ്പൊ ദ്രവ്യാസക്തിയാണ് ഇതിനെല്ലാം കാരണം. സമ്പത്ത് സമാഹരിക്കുന്നതിനുള്ള അമിതമായ ആഗ്രഹം, അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ദ്രവ്യാസക്തി എന്ന് പറയുന്നത്. അതായത് എന്നാ നമ്മൾ പഠിച്ചു അല്ലേ? നമുക്ക് അവകാശമില്ലാത്തതും മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതുമായതിനെ ന്യായമല്ലാത്ത രീതിയിൽ മോഹിക്കുന്നത്, അന്യായമായ രീതിയിൽ മോഹിക്കുന്നതാണ് എന്ത്? ദ്രവ്യാസക്തി എന്ന് പറയുന്നത്. ഈ ദ്രവ്യാസക്തി അല്ലെങ്കിൽ ഈ സമ്പത്ത് സമാഹരിക്കണമെന്നുള്ള അമിതമായ ചിന്ത ഉണ്ടാവാൻ ചില പ്രത്യേക കാരണങ്ങളൊക്കെ ഉണ്ടാവും. അതായത് സമ്പത്ത് നൽകുന്ന സുഖസൗകര്യങ്ങളോടുള്ള ആഗ്രഹം, ചിലപ്പോൾ സമ്പത്തിൽ നൽകുന്ന ചില അധികാരങ്ങളോട് അല്ലെങ്കിൽ ചില പദവികളോടുള്ള അമിതമായ മോഹം, ഇതെല്ലാം ദ്രവ്യാസക്തി അല്ലെങ്കിൽ സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള ആഗ്രഹം കൂടുതലായി ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് അല്ലേ? നമുക്കറിയാം, ഈ സമ്പത്ത് സമാഹരിക്കണം അല്ലെങ്കിൽ ദ്രവ്യാസക്തി കൂടുതലുള്ള ആളുകൾ ഏത് തരത്തിലും അല്ലെങ്കിൽ എത്ര തെറ്റായ വഴിയിലൂടെയും സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ സമ്പത്ത് സമ്പാദിക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ്. ഏത് തെറ്റായ വഴിയിലൂടെ അവരത് ശ്രമിക്കും. അതായത് നമ്മൾ കാണുന്നുണ്ട്, എന്ത് തെറ്റായ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടാണെങ്കിലും എനിക്കത് നേടിയെടുക്കണം എന്ന് ചിന്ത ഉള്ള ആളുകളുണ്ട്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലും കാണുന്നുണ്ട് അങ്ങനെ ചില ആളുകളെ. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയാവുന്ന കഥയായിരിക്കും. 1 രാജാക്കന്മാർ 21ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? ആഹാബിന്റെയും നാബോത്തിന്റെയും കഥ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? എന്താ അവിടെ സംഭവിച്ചത്? സമരിയായില് നാബോത്ത് എന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ആ സമയത്ത് അവിടെ രാജാവ് ആരായിരുന്നെന്ന് അറിയാമോ? ആഹാബ്. അവിടെ ആ അഹാബ് രാജാവിന്റെ രാജകൊട്ടാരത്തിനടുത്ത്
നാബോത്തിന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു, വളരെ നല്ലൊരു മുന്തിരിത്തോട്ടം. അപ്പോൾ ഈ ആഹാബ് രാജാവിന് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹം തോന്നാൻ പാടുണ്ടോ? നമ്മൾ പ്രമാണത്തിൽ അതാണോ പഠിക്കുന്നത്? അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുതെന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? പക്ഷെ ആഹാബ് രാജാവിന് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കണമെന്നൊരു ആഗ്രഹം. അപ്പൊ ആഹാബ് രാജാവ് നാബോത്തിനോട് ചോദിച്ചു, ആ മുന്തിരിത്തോട്ടം വിലയ്ക്ക് എനിക്ക് തരാമോ എന്ന്. പക്ഷെ നാബോത്ത് അതിന് തയ്യാറായില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് അവന്റെ പിതൃസ്വത്തായിരുന്നു. പിതൃസ്വത്ത് രാജാവിന് കൊടുക്കാൻ ആര് തയ്യാറായില്ല? നാബോത്ത് തയ്യാറായില്ല. അപ്പോൾ ആഹാബ് രാജാവിന് ആകെ വിഷമം. ആഹാബ് രാജാവ് എന്ത് ചെയ്തു എന്നറിയാമോ? എന്ത് ചെയ്തു? ആഹാബ് രാജാവിന്റെ ഭാര്യ ജെസബൽ നാബോത്തിനെതിരെ കള്ളത്തരത്തില് ദൈവദൂഷണ കുറ്റം ആരോപിക്കുകയും നാബോത്ത് കല്ലെറിഞ്ഞു കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പൊ പറഞ്ഞേ, മുന്തിരിത്തോട്ടത്തിന് പിന്നെ ആരവകാശിയായി തീരുമായിരിക്കും? രാജാവ് അല്ലെ? അങ്ങനെ ആഹാബ് രാജാവ് മുന്തിരിത്തോട്ടത്തിന് അവകാശിയായിട്ട് മാറി. അപ്പൊ ഇതെല്ലാം ആര് കാണുന്നുണ്ട്? ആരാ കാണുന്നേ? നമുക്കറിയാം, ദൈവം കാണുന്നുണ്ട് അല്ലെ? തെറ്റെല്ലാം കാണുന്നുണ്ട് ദൈവം. അപ്പൊ ആഹാബ് രാജാവിൽ നിന്നുണ്ടായ ഈ തെറ്റ് ദൈവം കണ്ടു. ഈ പ്രമാണ ലംഘനം നടന്നത് ദൈവം കണ്ടു. അപ്പോൾ ദൈവം ഏലിയ പ്രവാചകനെ എങ്ങോട്ട് അയച്ചു? ആഹാബ് രാജാവിന്റെ അടുക്കലേക്ക് അയച്ചു. എന്താണ് പ്രവാചകനോട് ദൈവം പറഞ്ഞ് ആഹാബ് രാജാവിന്റെ അടുക്കലേക്ക് അയക്കുന്നതെന്ന് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നൊന്ന് വായിച്ചു നോക്കാം അല്ലെ? വായിച്ചു നോക്കാം. 1 രാജാക്കന്മാർ 21 അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. തിശ്ബിനായ ഏലിയായോട് കർത്താവ് അരുളി ചെയ്തു, നീ ചെന്ന് സമരിയായിലുള്ള ഇസ്രായേൽ രാജാവ് ആഹാബിനെ കാണുക. അവൻ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്താൻ എത്തിയിരിക്കുന്നു. നീ അവനോട് പറയണം, കർത്താവ് ചോദിക്കുന്നു, നീ അവനെ കൊലപ്പെടുത്തി അവന്റെ വസ്തു കയ്യേറിയോ? അവനോട് വീണ്ടും പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ച സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കിക്കുടിക്കും. ദൈവമായ കർത്താവിന് സ്തുതി. എന്താ നമ്മൾ കണ്ടത്? എന്താ ദൈവം പറഞ്ഞു വിട്ടത് ഏലിയായോട്? അതായത് പൂർണ്ണമായിട്ടും ആഹാബ് രാജാവിനെ ദൈവം ശിക്ഷയിലേക്ക് കടത്തിവിടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെ? എന്തായിരിക്കും അതിന് കാരണം? തെറ്റു ചെയ്തു. അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്ന പ്രമാണം ആഹാബ് രാജാവ് ലംഘിച്ചു. അതല്ലേ നമ്മൾ ഇവിടെ കണ്ടത്? അതെ, സുവിശേഷത്തിൽ അല്ലാതെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? തെറ്റ് ചെയ്താൽ അവിടെ ശിക്ഷയുമായി എത്തുന്ന ദൈവത്തെ. നമ്മൾ ഇതിനു മുൻപുള്ള ക്ലാസ്സിൽ പഠിച്ചു, കായന്റെ ആബേലിന്റെയും കഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? കായൻ ആബേലിനെ കൊന്നു, നിരപരാധിയായ ആബേലിനെ. അവിടെ ദൈവം വെറുതെ ഇരിക്കുവല്ല, എന്നാ ചെയ്തേ? ആബേലിനെ ശിക്ഷിച്ച് ദൈവസ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ദൈവത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അതായത് പഴയ നിയമത്തിൽ നമ്മൾ എങ്ങനെയാ കാണുന്ന ദൈവത്തെ? നീതി നിഷേധിക്കപ്പെടുന്നവരുടെയും ചൂഷണം ചെയ്യപ്പെടുന്നവരുടെയും എല്ലാം രക്ഷകനായി എത്തുന്ന ദൈവത്തെയാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. ഇങ്ങനെയാണ് നീതി നിഷേധിക്കപ്പെടുന്നവരുടെയും ചൂഷണം ചെയ്യപ്പെടുന്നവരുടെയും എല്ലാം രക്ഷകനും പരിപാലകനുമായി എത്തുന്ന ദൈവത്തെയാണ് നമ്മൾ എവിടെ കാണുന്നത്? പഴയ നിയമത്തിൽ കാണുന്നത്. ദൈവം തെരഞ്ഞെടുത്ത ജനം ഏതാണെന്ന് നമുക്കറിയാം അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്നുണ്ട്. ഏതാണ്? നമുക്കറിയാം, ഇസ്രായേൽ ജനം. അപ്പൊ ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ ജനം നീതി നിറഞ്ഞവരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. എന്തുകൊണ്ടായിരിക്കും ദൈവം അങ്ങനെ ആഗ്രഹിച്ചേ? ദൈവം നീതിമാനാണ്, നമ്മളിപ്പോ പഠിച്ചു അല്ലേ? നീതി നിഷേധിക്കപ്പെടുന്നവരുടെ കൂടെയാണ് ദൈവം ഉള്ളത്. അപ്പൊ താൻ തിരഞ്ഞെടുത്ത ജനവും നീതി നിറഞ്ഞവരാകണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത് അല്ലേ? പക്ഷേ ഇസ്രായേൽക്കാർ, നമുക്കറിയാം ഇസ്രായേൽക്കാർ എന്താ ചെയ്തത്? പാപം ചെയ്ത്, തെറ്റു ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയി. അപ്പോൾ ഈ ദൈവത്തിൽ നിന്ന് അകന്നു പോയി എന്ന് നമ്മൾ പറയുമ്പോഴും, ഏത് തെറ്റിലേക്ക് മനുഷ്യർ കടന്നു പോകുന്ന കാര്യം നമ്മൾ ചിന്തിക്കുമ്പോഴും, എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം, എല്ലാ പാപങ്ങളിലേക്കും മനുഷ്യൻ കടന്നു പോകുമ്പം അതിന് അടിസ്ഥാനമായ കാരണങ്ങളിൽ ഒന്ന് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് സമ്പത്താണ് അല്ലേ? സമ്പത്തിന്റെ കാര്യം വരുമ്പോഴേക്കും കൂടുതൽ മനുഷ്യരും എങ്ങനെയായി തീരുന്നുണ്ട്? സ്വാർത്ഥരായി തീരുവാണ്. എന്താണെന്ന് അറിയാമോ അതിന്റെ കാരണം? എല്ലാം എൻ്റേത് മാത്രമാവണം എന്ന ചിന്ത മനുഷ്യനുണ്ട്. എന്താണ്? എല്ലാം എൻ്റേത് മാത്രമാവണം എന്ന ചിന്ത, സ്വാർത്ഥമായ ചിന്ത. ശരിയല്ലേ? അങ്ങനെ ചിന്തിക്കാൻ നമ്മൾ പാടില്ല. എല്ലാം എൻ്റേത് മാത്രമാവണമെന്ന് ചിന്തിക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ആ സ്വാർത്ഥമായ ആ ചിന്ത, എല്ലാം എൻ്റേത് മാത്രമാകണം എന്ന ആ ചിന്തയാണ് മനുഷ്യനെ ധനമോഹത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും ഒക്കെ തള്ളിവിടുന്നത്. പ്രപഞ്ചത്തിലെല്ലാം ദൈവം സൃഷ്ടിച്ചു, എല്ലാം ദൈവം നമുക്കായി നൽകി, നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? ദൈവം നമുക്കായി എല്ലാം നൽകിയത് ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക സമൂഹത്തിന് വേണ്ടി അല്ല. അങ്ങനെയാണോ? അല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ദൈവം എല്ലാവരെയും, നമ്മളെ എല്ലാവരെയും ഒരുപോലെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദൈവം എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതായിട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ചില വ്യക്തികൾ മാത്രം സ്വാർത്ഥമായ ചില താല്പര്യങ്ങൾ മുൻനിർത്തി എല്ലാം എൻ്റേത് മാത്രമാകണം എന്ന ചിന്തയോടുകൂടി പ്രവർത്തിച്ചാൽ അതെന്താണ്?
ദൈവത്തിന്റെ തീരുമാനങ്ങൾക്കെതിരാണ്, അല്ലേ? അപ്പോൾ മനുഷ്യർ സ്വാർത്ഥതയോടുകൂടി പെരുമാറിയപ്പോൾ ധനികരും ദരിദ്രരും ഈ ഭൂമിയിലുണ്ടായി, അല്ലേ? അതെ, ധനികർ വീണ്ടും കൂടുതൽ സമ്പാദിച്ച് കൂടുതൽ ധനികരായി മാറി. അപ്പോഴേക്കും എന്തായി? ദരിദ്രന്റെ അവസ്ഥ എന്തായി? ഉള്ള അവകാശങ്ങൾ കൂടി നഷ്ടപ്പെട്ടു അവർക്ക്, അല്ലേ? ദരിദ്രർക്ക് ഉള്ള അവകാശങ്ങൾ കൂടി നഷ്ടപ്പെട്ട് അവർ കൂടുതൽ ദരിദ്രരായി തീർന്നു. അതായത് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹത്തെ നമുക്ക് എല്ലായിടത്തും കാണാനായിട്ട് സാധിക്കും. അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവകാശങ്ങൾ പൂർണ്ണമായി നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ, അല്ലെ? എല്ലാവരും ഒരുപോലെ ആയിരിക്കണം ജീവിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ദൈവം പറഞ്ഞു, പുറപ്പാട് 20:17 എന്താണെന്ന് അറിയാമോ? നിന്റെ അയൽക്കാരന്റെ യാതൊന്നിനെയും മോഹിക്കരുത്. അയൽക്കാരന്റെ ഭവനത്തെയോ വയലിനെയോ കാളയെയോ കഴുതയെയോ ഒന്നിനെയും. പുറപ്പാട് 20:17 എന്താണ്? നിന്റെ അയൽക്കാരന്റെ യാതൊന്നിനെയും മോഹിക്കരുത്. അയൽക്കാരന്റെ ഭവനത്തെയോ വയലിനെയോ കാളയെയോ കഴുതയെയോ ഒന്നിനെയും എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം എന്താണ്? നമുക്ക് അവകാശമില്ലാത്ത ഒന്നിനെയും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. നമുക്കറിയാം ദൈവം നമ്മളെ സൃഷ്ടിച്ചതാണ്. ദൈവത്തിന്റെ രൂപത്തിലും ഛായയിലും സാദൃശ്യത്തിലും എല്ലാം നമ്മളെ സൃഷ്ടിച്ചതാണ്, നമുക്കറിയാം, അല്ലേ? നമ്മുടെ ജീവന്റെ ഉടമസ്ഥനും ആരാണ്? ദൈവമാണ്. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സ്വത്ത് സമ്പാദിക്കാനും സ്വത്ത് ശേഖരിക്കാനും ജോലി ചെയ്യാനും അധ്വാനിച്ച് സമ്പാദിക്കാനും ഒക്കെ ജീവിക്കാനും ഒക്കെയുള്ള എല്ലാ കഴിവും തന്നത് ആരായിരിക്കും? നമ്മുടെ ഉടമസ്ഥനായ ദൈവം. നമ്മൾ കാര്യസ്ഥൻ മാത്രമല്ലേ? നമ്മുടെ സ്വത്തിന്റെയും നമ്മുടെ ജീവന്റെയും ജീവിതത്തിന്റെയും എല്ലാം കാര്യസ്ഥനാണ് നമ്മൾ, ഉടമസ്ഥരല്ല. ആ തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ സ്വത്ത് സമ്പാദിക്കാനുള്ള കഴിവ് നമുക്ക് നൽകിയത് ദൈവമാണ്. പക്ഷേ ദൈവം ഈ കഴിവ് നൽകിയത് അന്യായമായി സമ്പാദിക്കാൻ വേണ്ടിയല്ല, പിന്നെയോ ന്യായമായ രീതിയിൽ സ്വത്ത് സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ്. മനസ്സിലായോ? ന്യായമായ രീതിയിൽ ദൈവം സ്വത്ത് സമ്പാദിക്കാനുള്ള കഴിവ്, അധ്വാനിക്കാനുള്ള കഴിവ്, എല്ലാ ജോലികളും ചെയ്യാനുള്ള കഴിവ്, മറ്റെല്ലാ ജീവിത സാഹചര്യങ്ങളിലൂടെയും കടന്നു പോവാനുള്ള കഴിവ് എല്ലാം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ദൈവം നൽകിയിരിക്കുന്നത് അത് ന്യായമായ രീതിയിൽ മാത്രമേ മനുഷ്യർ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന ചിന്തയോടുകൂടിയാണ്. നമ്മുടേതായ ആവശ്യങ്ങൾക്ക് അല്ലെ നമ്മുടേതായ രീതിയിലൂടെ തെറ്റായ വഴിയിലൂടെ നമ്മൾ കടന്നു പോകണമെന്നല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവം നൽകിയിരിക്കുന്ന കടമകളെയും ഉത്തരവാദിത്തങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ, പക്വമായ രീതിയിൽ ഉപയോഗിക്കണം. സമ്പത്ത് സമ്പാദിക്കുന്നത് അല്ലെങ്കിൽ ശേഖരിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. പിന്നെ എപ്പോഴാണ് അത് തെറ്റായിട്ട് മാറുന്നതെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞേ. എപ്പോഴാണ് അത് തെറ്റായിട്ട് മാറുന്നേ? അന്യായമായും അനാവശ്യമായും സ്വത്ത് സമ്പാദിക്കുമ്പോൾ. ഈ അന്യായമായും അനാവശ്യമായും സ്വത്ത് സമ്പാദിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അന്യായമായി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ന്യായമല്ലാത്ത രീതിയിൽ, അതായത് മറ്റൊരാൾക്ക് അവകാശപ്പെട്ടത് നമ്മൾ മോഹിക്കാൻ പാടില്ല, അതാണ് അന്യായമായ രീതി, അല്ലെ? അനാവശ്യമായി എന്ന് പറയുമ്പോഴും നമുക്കറിയാം എന്താണ്? നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രമേ നാം സമ്പാദിക്കാവൂ. അനാവശ്യത്തിന് സമ്പാദിച്ച് ശേഖരിച്ചു വെക്കുകയും മറ്റുള്ളവർ ദരിദ്രരായി കഴിയുകയും ചെയ്യുന്ന അവസ്ഥ നന്നല്ല. അതുകൊണ്ട് തന്നെ സ്വത്ത് സമ്പാദനം തിന്മയാവുന്നത് എപ്പോഴാ തിന്മയാവുന്നേ? അന്യായമായും അനാവശ്യമായും സ്വത്ത് സമ്പാദിക്കുമ്പോഴാണ് സ്വത്ത് സമ്പാദനം തിന്മയാവുന്നത്. നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ഒരു ചോദ്യമാണിത് കേട്ടോ. അന്യായമായും അനാവശ്യമായും സ്വത്ത് സമ്പാദിക്കുമ്പോൾ സ്വത്ത് സമ്പാദനം തിന്മയാകുന്നു. കാരണം ന്യായമായ രീതിയിൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ് സമ്പത്ത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ മനുഷ്യവർഗത്തിന് മുഴുവനും വേണ്ടിയിട്ടാണ് ദൈവം എല്ലാം നൽകിയിരിക്കുന്നത്. അത് ഒരാള് അല്ലെങ്കിൽ ഒരു ചെറിയ സമൂഹം മാത്രം എൻ്റെ വ്യക്തിപരമായ സുഖങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ സ്വാർത്ഥതയുടെ ജീവിതത്തിന് വേണ്ടി, അല്ലേ, അങ്ങനെയൊക്കെ സമ്പാദിച്ച് സ്വരുക്കൂട്ടി വെക്കുമ്പോഴാണ് എന്തായി മാറുന്നത്? അത് തിന്മയായിട്ട് മാറുന്നത്. ഇപ്പൊ നമുക്കറിയാം ഈ അനാവശ്യമായിട്ടല്ല സ്വത്ത് സമ്പാദിക്കുന്നവരെ കൂടുതൽ അതിമോഹം ഉള്ളവരായിരിക്കും. എന്താ അതിമോഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്കും കഴിവിനും ഒക്കെ അതീതമായിട്ട് എന്താണ് വസ്തുക്കളെയോ പണത്തെയോ അധികാരത്തെയോ പദവികളെയോ ഒക്കെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം, അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? അതിമോഹം എന്ന് പറയുന്നത്. അതായത് ആവശ്യത്തിനുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു ഇല്ലേ, ആവശ്യത്തിനുള്ളത് സമ്പാദിക്കുന്നത് തെറ്റല്ല, അങ്ങനെയല്ലേ? ആവശ്യത്തിനുള്ളത് സമ്പാദിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. പക്ഷെ അനാവശ്യത്തിന് സമ്പാദിക്കുന്നത് അല്ലെങ്കിൽ അനാവശ്യമായി സമ്പാദിക്കണമെന്ന് ചിന്തിക്കുന്നത്, അനാവശ്യമായ ആവശ്യങ്ങൾക്കും കഴിവുകൾക്കും ഒക്കെ അതീതമായിട്ട് സ്വത്തിനെയോ പദവിയെയോ മറ്റു അധികാരങ്ങളെയോ മറ്റു വസ്തുവകകളെയോ ഒക്കെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് അതിമോഹം. ഈ അതിമോഹം എന്നത് ഈ പ്രമാണത്തിനെതിരാണ്.
നമ്മുടെ 10ാം പ്രമാണത്തിന് എന്താണ്? അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് എന്നുള്ള പ്രമാണത്തിന്റെ ഗണത്തിൽ വരുന്ന കാര്യമാണത്. കാരണം ഒരു അതിമോഹം എന്ന് പറയുന്ന ഒന്നിന്റെ ആവശ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഇന്ന് ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ സമ്പാദിക്കുക. ആവശ്യമില്ലാത്തതിനെ അല്ലെങ്കിൽ നാളേക്ക് ഇങ്ങനെയൊക്കെ വേണമെന്ന് കരുതി കൂട്ടിവെക്കണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഓരോ ദിവസവും നമ്മളെ വഴി നടത്തുന്നത് ആരാ? നമ്മുടെ ദൈവം അല്ലേ? നമ്മുടെ ദൈവം നമ്മളെ വഴി നടത്തുന്നത്. അപ്പൊ ദൈവം നമ്മുടെ കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ ക്രമീകരിച്ചോളും എന്ന ചിന്തയോടുകൂടി അനാവശ്യ ചിന്തകൾ ഒഴിവാക്കി ജീവിക്കണമെന്നാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുപോലെ എൻ്റെ സ്വത്തിന്മേൽ നമ്മൾ നേരത്തെ മുൻപുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. എൻ്റെ ഒരു വസ്തുവിന്മേൽ എനിക്ക് അവകാശമുണ്ട്, അതുപോലെ തന്നെ മറ്റൊരാൾക്ക് അവൻ്റെ സ്വത്തിന്മേൽ അവകാശമുണ്ട് ഇല്ലേ? നമ്മൾ മോഷ്ടിക്കരുത് എന്നുള്ള പ്രമാണം പഠിച്ചപ്പം അതിനെക്കുറിച്ച് പഠിച്ചായിരുന്നു. എൻ്റേതിന്മേൽ എനിക്ക് അവകാശമുള്ളതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ആരുടെയെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളതോ ഇല്ലാത്തതോ ആയ ആരും ആവട്ടെ, അവരുടേതിന്മേൽ അവർക്കും അവകാശമുണ്ട്. അതുകൊണ്ട് മറ്റൊരാളുടെ അവകാശത്തെ ഹനിക്കാൻ, മറ്റൊരാളുടെ അവകാശത്തെ ഇല്ലാതാക്കാൻ നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനും സുരക്ഷിതത്വം ഉറപ്പാക്കാനും ഒക്കെ വേണ്ടുന്ന, അതായത് നമുക്ക് അത്യാവശ്യ ജീവിതത്തിന് വേണ്ടുന്ന സമ്പത്ത് സ്വരുക്കൂട്ടി വെക്കാനും നമുക്ക് ജീവിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാനും എല്ലാം നമുക്ക് അവകാശമുണ്ട്. ഇപ്പോൾ ഈ പ്രമാണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. സ്വത്ത് സമ്പാദിക്കാനായി അല്ലെങ്കിൽ സ്വത്ത് എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വെക്കാനായി ആഗ്രഹിക്കുന്ന ചില ആളുകളുള്ള സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ തിരിച്ചറിയണം, ഒരുപാട് ആളുകളുണ്ട് വിട്ടുകൊടുക്കുന്ന മനോഭാവമുള്ള ആളുകൾ ഇല്ലേ? എൻ്റേത് കൂടി വിട്ടുകൊടുക്കാൻ തയ്യാറുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ആരുണ്ടാവും? ദൈവം ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ദൈവം ഉണ്ടാവും. എനിക്കുള്ളത് കൂടി അപരന്റെ നന്മയ്ക്കായി ഉപയോഗിക്കാനും വിട്ടുകൊടുക്കാനും പൂർണ്ണമായി വിട്ടുകൊടുക്കാനും തയ്യാറാവുന്ന നല്ല മനസ്സുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. മോഷണം, പിടിച്ചുപറി, വഞ്ചന തുടങ്ങി മറ്റുള്ളവരുടെ സ്വത്ത് മോഷണത്തിലൂടെ അല്ലെങ്കിൽ പോലും നേരായ മാർഗത്തിലൂടെയോ അല്ലാതെയോ പലതരത്തിൽ മറ്റുള്ളവരുടേതിനെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ പൂർണ്ണമായി എൻ്റേത് ദാനം ചെയ്യാൻ തയ്യാറുള്ള വ്യക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ദൈവം എപ്പോഴും, അങ്ങനെയുള്ളവരുടെ കൂടെയാണ് ദൈവം എപ്പോഴും ഉള്ളതെന്നും അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലാണ് വിജയങ്ങൾ തുടരെ ഉണ്ടാവുക എന്നും നമ്മൾ തിരിച്ചറിയണം. അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഗമുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ. ഏതാണ്? ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് അബ്രാഹത്തിനെയും ലോത്തിനെയും. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? എന്താ സംഭവിക്കുന്നത്? അബ്രാഹത്തിന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. അപ്പോൾ അബ്രാഹവും ലോത്തും വേർപിരിഞ്ഞ് താമസിക്കാനായി തീരുമാനിക്കുന്ന സമയത്ത് അബ്രാഹത്തിന് ഇഷ്ടമുള്ളത് എടുക്കാൻ അബ്രാഹത്തിന് സാധിക്കുമായിരുന്നു. പക്ഷെ അബ്രാഹം എന്താ ചെയ്തേ? നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ നോക്കിക്കേ ഇത്. Uncle! Uncle! The Lord said to Abram, "Go from your country, your people, and your father's household, to a land I will show you. I will make you into a great nation, and I will bless you. I will make your name great, and all peoples on earth will be blessed through you." So Abram went, as the Lord had told him, and he took his nephew Lot with him, and set out for the land of Canaan. Uncle! Yes, Lot. What have you done now? Our livestock, they need rest, they need water. Of course they do. It's a long journey. Indeed it is. A journey you said was commanded by God. Some are starting to say you're mad. What do you say, Lot? Why did you decide to bring me? Why did you decide to come? Ever since my father died, you've treated me like your son. You've divided your possessions to me. I could never repay you. You'll never have to, Lot. You'll never have to.
And God was with Abram, and both he and Lot increased greatly. And their abundance was so great that the land could not support both of them. And there were quarrels between the herdsmen of Abram and the herdsmen of Lot. Lot, God has given us great abundance. The land can no longer support both of us in one place. And I've heard that there are quarrels between our herdsmen. My men were there first. Lot, is not the whole land before us? If you go to the left, I'll go to the right. If you go to the right, I'll go to the left. The plains of Jordan are beautiful and well watered like the Garden of the Lord. I choose the east. So be it. Lot, God go with you. കണ്ടോ നിങ്ങൾ വീഡിയോ? എന്താ വീഡിയോയിലൂടെ കണ്ടത്? അബ്രാഹാം ലോത്തിനോട് പറയാണ്, നിനക്ക് ഇഷ്ടമാണ്, അതായത് ലോത്തിന്റെ ഇഷ്ടം, ലോത്തിന്റെ തീരുമാനങ്ങൾക്ക് അബ്രാഹാം വിട്ടുകൊടുക്കുകയാണ് സമ്പത്തിന്റെ കാര്യത്തിൽ. അതല്ലേ നമ്മൾ കാണുന്നേ? നിനക്ക് ഇടതുഭാഗത്തേക്കാണ് പോകാൻ ഇഷ്ടമുള്ളതെങ്കിൽ ഞാൻ വലതുഭാഗത്തേക്ക് പോയിക്കൊള്ളാം, നിനക്ക് വലതുഭാഗത്തേക്കാണ് പോകാൻ ഇഷ്ടമുള്ളതെങ്കിൽ ഞാൻ ഇടതുഭാഗത്തേക്ക് പോയിക്കൊള്ളാം. പൂർണ്ണമായും സമ്പത്ത് എന്ത് എന്ന് തിരഞ്ഞെടുക്കാനുള്ള തീരുമാനം ലോത്തിന് വിട്ടുകൊടുക്കുന്ന അബ്രാഹത്തിനെയാണ് നമ്മൾ കാണുന്നത്. അല്ലെ? അബ്രാമിന് വേണമെങ്കിൽ എൻ്റെ തീരുമാനം നടപ്പിലാക്കാമായിരുന്നു, സ്വന്തം തീരുമാനം നടപ്പിലാക്കാമായിരുന്നു, ആരും അവിടെ തടയില്ലായിരുന്നു. അല്ലേ? പക്ഷെ അബ്രാം അതല്ല ചെയ്തത്. പിന്നെയോ പൂർണ്ണമായി സഹോദരന് വിട്ടുകൊടുക്കാൻ തയ്യാറായ മനസ്സാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ അവിടെ എന്താ പിന്നീട് സംഭവിച്ചതെന്ന് നമുക്കറിയാം. അല്ലേ? ലോത്തിന്റെ ഐശ്വര്യം മുൻപോട്ട് ഒരുപാട് നാൾ നീണ്ടു നിന്നില്ല. ലോത്ത് നല്ലത് തിരഞ്ഞെടുത്തു. അല്ലേ? നല്ലത് തിരഞ്ഞെടുത്തു, പക്ഷെ അത് അധിക നാൾ നീണ്ടു നിന്നില്ല. പക്ഷെ അബ്രാമോ ദൈവത്തിന്റെ കരം എന്നും അത് അവന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ വചനത്തിലൂടെ പഠിക്കുന്നത്. അല്ലേ? അപ്പൊ നമുക്കറിയാം, എപ്പോഴും വിട്ടുകൊടുക്കാൻ മനസ്സുള്ളവരുടെ കൂടെയാണ് ആരെപ്പോഴും ഉണ്ടാവുക? ആരെപ്പോഴും ഉണ്ടാവുന്നത്? ദൈവം എപ്പോഴും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റായ വഴിയിലൂടെ വേറൊരാളുടെ കയ്യിൽ ഒരു സാധനം കാണുമ്പോൾ, അല്ലെങ്കിൽ വേറൊരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാണുമ്പോൾ, അതെനിക്ക് വേണം, സ്വാർത്ഥമായ ചിന്താഗതികളോടുകൂടി എനിക്കതില്ലല്ലോ, എനിക്കത് വേണമെന്ന് പറഞ്ഞ് എത്ര തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നാലും അതെല്ലാം ചെയ്ത് അത് പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം. അല്ലേ? അത് പിടിച്ചെടുത്താൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവും എന്ന തെറ്റായ ചിന്താഗതികളോടുകൂടി അത് പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും തെറ്റായ കാര്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും അതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല. സമ്പത്ത് നൽകുന്നത് ആരാ സമ്പത്ത് നൽകുന്നേ? ദൈവമാണ്. അല്ലേ? ദൈവമാണ് എല്ലാം നൽകുന്നത്. അപ്പൊ ദൈവം നൽകുന്നത് മാത്രമേ ശാശ്വതമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൂ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഒന്നും പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ട് അത് മോഹിച്ച് അതെനിക്കില്ലല്ലോ എന്നോർത്ത് ദുഃഖിച്ച് അങ്ങനെ ഒരു ചിന്താഗതികളോട് കൂടി ജീവിക്കുന്നവരാവാതെ എങ്ങനെയായിരിക്കണം? എനിക്കുള്ളത് കൂടി പൂർണ്ണമായി അവർക്ക് വിട്ടു നൽകണമെങ്കിൽ അതിനും ഞാൻ തയ്യാറാണ് എന്നുള്ള ചിന്താഗതികളോടുകൂടി ജീവിക്കുന്നവരാവാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. ഇപ്പൊ മനസ്സിലായല്ലോ ടീച്ചർ പറഞ്ഞത്? എങ്ങനെയായിരിക്കണം എപ്പോഴും? പൂർണ്ണമായി എന്ത് കാര്യത്തിലാണെങ്കിലും, ചെറുതോ വലുതോ എന്നുള്ളതിലല്ല. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുന്നവർക്ക് മാത്രമേ വലിയ കാര്യങ്ങളിലും വിശ്വസ്തരായിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ചെറിയ കാര്യമല്ലേ, ഈ ഒരു കാര്യത്തിൽ പോട്ടെ, വലിയ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ നല്ല രീതിയിൽ ചെയ്തോളാം, ആ ചിന്താഗതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റാ. എന്താ കാര്യം? ചെറിയ കാര്യങ്ങളിൽ നമ്മൾ എത്രമാത്രം സത്യസന്ധരായിരിക്കുന്നോ അങ്ങനെയെങ്കിൽ മാത്രമേ വലിയ കാര്യങ്ങളിൽ സത്യസന്ധരായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്കൂളിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അല്ലാതെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വിട്ടുവീഴ്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ ഭാവിയിൽ വലിയ കാര്യങ്ങൾ വരുമ്പോഴും ചിലപ്പോൾ വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെന്ന് വരും. അതുകൊണ്ട് ചെറിയ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ, ചെറിയ സാമ്പത്തികമായതോ മറ്റു ചിലത് മാതാപിതാക്കളിൽ നിന്ന് ചിലപ്പോൾ ലഭിക്കേണ്ട ചില കാര്യങ്ങൾ, എന്തെങ്കിലും നിർബന്ധ ബുദ്ധി, നിങ്ങൾക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ വാശികളോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇങ്ങനെയുള്ളതൊക്കെ വരുന്ന സമയത്ത് ഒരിക്കലും മറ്റൊരാളുടേത് കണ്ട്, അല്ലെങ്കിൽ മറ്റൊരാളുടേതുപോലെ എനിക്ക് ആവണം, മറ്റൊരാളുടേതുപോലെ എനിക്ക് നേടണം, അതെനിക്ക് നേടണം, ഇതെനിക്ക് നേടണം, അതെനിക്ക് വേണം, ഇതെനിക്ക് വേണം, ആ ഒരു ചിന്താഗതി ഒരിക്കലും ഉണ്ടാവാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. മനസ്സിലായോ? അതായത് ഒരിക്കലും അന്യന്റെ വസ്തുക്കളിന്മേൽ, അതായത് നമുക്ക് അവകാശമില്ലാത്ത വസ്തുവാണ് എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും മോഹിക്കാതിരിക്കാനായിട്ട് നമ്മൾ പരമാവധി പരിശ്രമിക്കണം. അല്ലേ? അപ്പോൾ നമ്മൾ ഈ ദ്രവ്യാസക്തി എന്താണെന്ന് പഠിച്ചു. എന്താ ദ്രവ്യാസക്തി? എന്താണ്?
സ്വത്ത് സമ്പാദിക്കണമെന്ന അമിതമായ ആഗ്രഹം, അതല്ലേ ദ്രവ്യാസക്തി? അതെ. അപ്പൊ ഈ ദ്രവ്യാസക്തിയെ കീഴടക്കാൻ സഹായിക്കുന്ന ചില പുണ്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഇതുവരെയുള്ള പാഠഭാഗങ്ങൾ ഇപ്പം നമ്മൾ പഠിച്ചത്രയും പകുതി ഭാഗം നന്നായിട്ട് വായിക്കുക. അതിൽ നിന്ന് വരുന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ, പുസ്തകത്തിലുള്ള ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ എഴുതണം കേട്ടോ. നമ്മളിപ്പോൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആദ്യം മുതൽ എന്താ പഠിച്ചത്? നമ്മൾ പഠിച്ചു ദ്രവ്യാസക്തിയാണ് പ്രധാന കാരണം, അല്ലേ? നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്ന മോഷണം, ചെറുതും വലുതുമായ മോഷണം, മറ്റു പല തിന്മകൾ, സ്വത്തിൻ്റെ പേരിൽ നടക്കുന്ന തിന്മകൾ, സ്വത്തിന്റെ പേരിൽ നടക്കുന്ന പലതരത്തിലുള്ള തിന്മകൾ, ഇതിൻ്റെ എല്ലാം കാരണം, അടിസ്ഥാന കാരണം ഒന്നാണ്. എന്താണ്? ദ്രവ്യാസക്തി. എന്താണ്? സ്വത്ത് സമ്പാദിക്കണം എന്ന അമിതമായ ആഗ്രഹം, അല്ലെ? സ്വത്തിനോടുള്ള അമിതമായ ആഗ്രഹം, അല്ലെങ്കിൽ സ്വത്ത് കയ്യിലുള്ളത് മൂലം, അല്ലെങ്കിൽ സ്വത്ത് സമ്പാദിക്കുന്നത് മൂലം സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ചിന്തിക്കുന്ന ചില പദവികൾ, അല്ലെങ്കിൽ ചില സുഖ സൗകര്യങ്ങൾ, ആഡംബര ജീവിതങ്ങൾ, ഇതൊക്കെ തരുന്ന സന്തോഷങ്ങളുടെ, അതായത് സ്വാർത്ഥമായ ചില ചിന്താഗതികൾ മൂലമുണ്ടാവുന്ന അങ്ങനെയുള്ള ചില ചിന്താഗതികൾ മൂലം നമുക്ക് ഉണ്ടാവുന്നതെന്ന് പറയാൻ പറ്റും, അല്ലേ? അങ്ങനെ ഉണ്ടാവുന്ന ചില സുഖ സൗകര്യങ്ങളോടുള്ള അമിതമായ ആഗ്രഹം, അല്ലെ? ഇതെല്ലാം ഇതിന് കാരണമാവുന്നുണ്ട്. മറ്റുള്ളവരുടെ വസ്തുക്കൾ മോഹിക്കാനുള്ള കാരണമാവുന്നുണ്ട്. ഒരിക്കലും അത് പാടില്ല, അല്ലെ? സ്വത്ത് സമ്പാദിക്കാനുള്ള കഴിവ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതൊരിക്കലും ന്യായമല്ലാത്തവ സമ്പാദിക്കാനായി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ദൈവം തന്നിരിക്കുന്ന കഴിവുകളെ നമ്മൾ പരിശുദ്ധമായ രീതിയിൽ ഉപയോഗിക്കാവൂ, അല്ലെ? ന്യായമായ രീതിയിൽ നമുക്ക് ജീവിക്കുന്നതിന് സ്വത്ത് ആവശ്യമാണ്. അപ്പൊ ന്യായമായ രീതിയിൽ നമുക്ക് ജീവിക്കുന്നതിന് വേണ്ടുന്ന സ്വത്ത് സമ്പാദനം തിന്മയല്ലാത്ത രീതിയിൽ നടത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ സ്വത്ത് സമ്പാദനം എന്ന ചിന്ത മനസ്സിൽ കൊണ്ടു നടക്കാനായി നമ്മൾ എപ്പോഴും പരിശ്രമിക്കണം. ഒരിക്കലും നമ്മുടെ അവകാശത്തിൽപ്പെട്ടതല്ലാത്തതും മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതുമായ സ്വത്തിനെ ന്യായമല്ലാത്ത രീതിയിൽ ഒരിക്കലും ആഗ്രഹിക്കരുത്, അല്ലെങ്കിൽ അത് സ്വന്തമാക്കാനായി പരിശ്രമിക്കരുത്, അല്ലെ? അതിമോഹമുള്ളവരാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്താ അതിമോഹം എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. എന്താ അതിമോഹം? സ്വന്തം കഴിവുകൾക്ക് അതീതമായി എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ പല വസ്തുക്കളെയോ പദവികളെയോ സമ്പത്ത്, മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമാണെങ്കിലും സ്വന്തമാക്കാനുള്ള അമിതമായ ആഗ്രഹം, അതാണെന്ത്? അതിമോഹം, അല്ലെ? ഒരിക്കലും അതിമോഹം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ മറ്റൊരാളുടെ അവകാശങ്ങളെ ഹനിക്കാനും പാടില്ല. മറ്റൊരാൾക്ക് അവകാശമുണ്ട്, എനിക്കുള്ളതുപോലെ തന്നെ മറ്റൊരാൾക്ക് അവൻ്റേതിന്മേൽ അവകാശമുണ്ട് എന്ന ചിന്താഗതിയോടുകൂടി മറ്റൊരാളുടെ അവകാശങ്ങളിലേക്ക് കടന്നു ചെല്ലാതിരിക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. ഇത്രയാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? ഇപ്പോൾ പാഠപുസ്തകം നന്നായിട്ട് വായിക്കണം. ടീച്ചർ പറഞ്ഞ പോലെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ എഴുതി വെക്കണം കേട്ടോ. ഇതുവരെ പഠിച്ച ഭാഗത്തു നിന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ നന്നായിട്ട് എഴുതണം, നന്നായിട്ട് പഠിക്കുകയും വേണം. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതുവരെയുള്ള പാഠഭാഗങ്ങളെല്ലാം പഠിച്ചതിൽ വെച്ച് നമ്മൾ ഒരു വചനം പഠിച്ചായിരുന്നു, അല്ലേ? പുറപ്പാട് 20:17. എന്താ നമ്മൾ പഠിച്ചത്? എന്താ പഠിച്ചേ? നിന്റെ അയൽക്കാരൻ്റെ യാതൊന്നിനെയും മോഹിക്കരുത്. അയൽക്കാരൻ്റെ ഭവനത്തെയോ വയലിനെയോ കാളയെയോ കഴുതയെയോ ഒന്നിനെയും. ഇത് നമ്മളെയും കൂടി ബാധിക്കുന്ന വചനഭാഗമാണെന്ന് നമുക്ക് പറയാം, അല്ലേ? നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള കാളയെയോ കഴുതയെയോ വയലിനെയോ എന്നുള്ളത് നമ്മളെ ബാധിക്കില്ലെങ്കിലും നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ളവരുടെ ചെറുതും വലുതുമായ ഒന്നിനെയും നമ്മൾ മോഹിക്കരുത് എന്നാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്, നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഒരു ചിന്തയോടുകൂടി ഈ ഒരാഴ്ചക്കാലം നമുക്ക് ആയിരിക്കാം. ദ്രവ്യാസക്തിയെ കീഴടക്കാൻ സഹായിക്കുന്ന പുണ്യങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ പാഠഭാഗത്തിലൂടെ അങ്ങയുടെ വചനങ്ങൾ പൂർണ്ണമായ രീതിയിൽ ഗ്രഹിക്കുവാൻ കൃപ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ഈശോയെ, എല്ലായ്പ്പോഴും ഞങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായ രീതിയിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ അവകാശങ്ങളെ പൂർണ്ണമായ രീതിയിൽ അംഗീകരിക്കുവാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.